നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ 8 ദിവസങ്ങൾക്ക് ശേഷം സെൻട്രൽ ജയിലിലേക്ക് കഴിഞ്ഞ ദിവസമാണ് മാറ്റിയത്. ഇതുവരെയും കൊലപാതകത്തിന് പിന്നിലെ കൃത്യമായ കാരണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അഫാന്റെ മൊഴികളിലെ അവ്യക്തതയാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. അഫാൻ എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾക്ക് ചുറ്റിക തിരഞ്ഞെടുത്തതെന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു. ചുറ്റിക തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചറിയാൻ സൈബർ പോലീസ് അഫാന്റെ ഫോണും ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വിവരങ്ങളുമാണ് പരിശോധിച്ചിരുന്നത്. കൂടാതെ അഫാന്റെ രാത്രി സഞ്ചാരങ്ങളും അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ ഉടൻ നൽകുമെന്നാണ് വിവരം. പിന്നാലെ തെളിവെടുപ്പുമുണ്ടാകും. അഫാൻ, മാതാവ് ഷമി എന്നിവർ സംഭവം നടന്നതിന്റെ തലേന്ന് 50,000 രൂപ വായ്പ ലഭിക്കുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിലുള്ളവരെ സന്ദർശിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇരുവരും തട്ടത്തുമലയിലെ ബന്ധുവീട്ടിലും എത്തിയത്. തട്ടത്തുമലയിൽ താമസിക്കുന്ന ബന്ധുവിന്റെ ചെറുമകളുടെ കൈവശം സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നത് ലക്ഷ്യമിട്ടാണ് ഇരുവരും വായ്പ വാങ്ങാൻ എത്തിയതെന്നാണ് സംശയിക്കുന്നത്. എന്നാൽ സ്വർണമോ പണമോ ലഭിച്ചില്ല. മാതാവിനൊപ്പം തട്ടത്തുമലയിലെത്തിയ അഫാൻ വീട്ടുകാർ ക്ഷണിച്ചിട്ടും വീടിനുള്ളിലേക്കും കയറിയില്ല. വായ്പ ലഭിക്കാതെ വന്നപ്പോൾ മാതാവ് പുറത്തെത്തി ഇരുവരും പെരുമലയിലേക്ക് തിരിക്കുകയായിരുന്നു. എന്നാൽ കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം രാവിലെ വീണ്ടും ഷിമി പ്രതീക്ഷ കൈവിടാതെ വീണ്ടും തട്ടത്തുമലയിലെ ബന്ധുവിനെ വിളിച്ചു. അപ്പോഴും കൈവശം പണമില്ലെന്ന മറുപടിയാണ് നൽകിയതെന്നും പോലീസിനോട് ബന്ധു പറഞ്ഞു. ഈ 50,000 രൂപ ആർക്ക് നൽകാൻ വേണ്ടിയാണ് മാതാവും മകനും ഓടി നടന്നതെന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അഫാൻ പാങ്ങോടെത്തി കൊല നടത്തിയതിനു ശേഷം സ്വർണ്ണമാലയുമായി വെഞ്ഞാറമൂടിലെത്തി പണയം വെച്ച് പണം വാങ്ങി. അതിൽ നിന്ന് ഒരു തുക ആർക്കോ അയച്ചു കൊടുത്തുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. കുടുംബത്തിന് കടബാധ്യതയില്ലെന്ന് പിതാവ് അബ്ദുറഹീം പറഞ്ഞുവെങ്കിലും പോലീസ് കടബാധ്യത സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഫാന്റെയും ഉമ്മ ഷമിയുടെയും ജീവിതശൈലിയാണ് കടങ്ങൾ പെരുകാൻ കാരണമെന്നും വിലയിരുത്തലുണ്ട്. അഫാന്റെ ബന്ധുക്കൾ, പണം കടം വാങ്ങിയവർ എന്നിവരുടെ എല്ലാം മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് പോലീസ് നീക്കം. കൊലപാതകങ്ങൾക്ക് പിന്നാലെ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിലവിൽ പ്രതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന ജനറൽ മെഡിസിൻ ഡോക്ടറുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. അഫാന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന സൂചനകൾ. എന്നാൽ ഇത് തള്ളിയായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തതെന്ന് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 24-നായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബിവിക്ക് പുറമെ പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫ്സാൻ കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു നടന്നത്. ഇതിന് പിന്നാലെ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. എലിവിഷം കഴിച്ചു എന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൂട്ടക്കൊല നടത്തിയെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കുടുംബം ഒന്നായി ആത്മഹത്യ ചെയ്യാനും തീരുമാനിച്ചിരുന്നെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മയ്ക്കും സഹോദരനൊപ്പം താനും ജീവനെടുക്കാനായിരുന്നു പദ്ധതിയിട്ടത്. എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി. ഇതോടെ എല്ലാവരെയും കൊല്ലാമെന്ന നിഗമനത്തിലെത്തുകയായിരുന്നു. ഉമ്മയും സഹോദരനെയും കൊലപ്പെടുത്താനായിരുന്നു ആദ്യം പദ്ധതിയിട്ടതെന്നും അഫാൻ മൊഴി നൽകി. വീട്ടിലെ ചെലവുകൾക്ക് മറ്റുമായി ഉമ്മ നിരന്തരം പണം കടം വാങ്ങിയിരുന്നതായും അഫാൻ പറയുന്നുണ്ട്. ഏകദേശം 65 ലക്ഷം രൂപയുടെ ബാധ്യതയായി ഇത് മാറി. പ്രധാനമായും 12 പേരിൽ നിന്നാണ് പലപ്പോഴും പണം കടം വാങ്ങിയിരുന്നത്. ഒരാളിൽ നിന്ന് വാങ്ങിയ കടം വീട്ടിയിരുന്നത് മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയിരുന്നുവെന്നും അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.